ഗായ്സ് വെൽക്കം ബാക്ക്. ഞാൻ റാസി. ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നാനോയുടെ മേജർ സർവീസ് ആണ്. മേജർ സർവീസ് എന്ന് പറഞ്ഞാൽ A to Z ആണ്. അതായത് ഇതിന്റെ എൻജിൻ സൈഡ്, എയർ കണ്ടീഷൻ, AC, അതുപോലെ തന്നെ ബോഡി, ഫ്ലോർ, അതുപോലെ തന്നെ സീറ്റ് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നാനോയെ കുറിച്ച് അടുത്തറിയുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഈ വീഡിയോ കാണുന്നത് കേട്ടോ. അധികം ആളുകൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അത് നാനോ അല്ല, അത് ചെറിയ പൈസയുടെ വണ്ടിയല്ല, അങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഓണറെ കുറിച്ച് ഞാൻ പറയാം. ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ സൗദിയിലാണുള്ളത്. നമ്മളുമായിട്ട് ഫോണിലൂടെ കോൺടാക്ട് ചെയ്തതാണ്. പൈസയും കാര്യങ്ങളൊക്കെ ഫുൾ ഓൺലൈൻ വഴിയാണ് നമുക്ക് അയച്ചിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ട് പോലില്ല. ഇദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അവരാണ് വണ്ടി കൊണ്ടുവന്നത്. അപ്പം ചെറിയൊരു മോനുണ്ട്, അവനാണ് ഈ വണ്ടിയുടെ മെയിൻ ക്രൈസ്. അവനാണ് ഈ വണ്ടി മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പം പാർട്ട് 2 എന്തായാലും ആളെയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. വണ്ടി ഫുൾ ഫിനിഷ് ആക്കിയ ശേഷം. ഓക്കെ, അപ്പം നമ്മള് വണ്ടി ഇവർ നമുക്ക് കൊണ്ടു തന്നു. അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു വണ്ടി ഞാൻ ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത പ്രശ്നങ്ങൾ മെയിനായിട്ട്, ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ AC ആണ്. അപ്പം നിങ്ങളിപ്പോൾ മെക്കാനിക്കലി വണ്ടി എത്ര ഫിറ്റാക്കി വെച്ചാലും നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ വണ്ടി കയറ്റിയിരുത്തി AC പ്രോപ്പർ അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. കാരണം യാത്ര ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം AC മെയിൻ പ്രോബ്ലം, ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്റെ ഹെൽത്ത് ആണ്. അതായത് എഞ്ചിന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എഞ്ചിൻ ഓയിലാണ്. ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം 5000-6000 കിലോമീറ്ററിൽ മാക്സിമം അത്രേ പോകുള്ളൂ. അതിന്റെ മുമ്പ് തന്നെ മാറുന്നതാണ്. എഞ്ചിന്റെ ഉൾഭാഗം എല്ലാം ഫുൾ നീറ്റ് ആണ്. അപ്പം എഞ്ചിൻ സൈഡ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അതായത് ഓയിൽ സൈഡ് പെർഫെക്റ്റ് ആണ്. സെക്കൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ കൂളിംഗ് സിസ്റ്റം ആണ്. എഞ്ചിനെ തണുപ്പിക്കുന്ന കൂളിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ആദ്യം തന്നെ റബ്ബറിന്റെ ഹോസ് കാര്യങ്ങളൊക്കെ പിടിച്ച് പ്രസ് ചെയ്ത് നോക്കി. കുഴപ്പമൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതിന്റെ വാട്ടർ പമ്പ് അതുപോലെ തന്നെ ഓയിൽ പമ്പ്, ഈ രണ്ട് കാര്യങ്ങളും മാറാൻ വേണ്ടി ഓൾറെഡി ഇതിന്റെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്തായാലും ചെയ്യാനെല്ലാം പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ വാട്ടർ പമ്പ് നമ്മൾ അയച്ചു നോക്കിയ സമയത്ത് വാട്ടർ പമ്പിന്റെ ഉൾഭാഗത്ത് ഫുൾ കൊറോഷൻ ആണ്. അതായത് കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. മാത്രമല്ല നമ്മൾ ഇതിന്റെ ഹെഡ് നമ്മൾ അയച്ചു നോക്കി. ഹെഡ് നമ്മൾ മീൻസ് ഹെഡിന്റെ ഒരു പൈപ്പ് നമ്മൾ അയച്ചു, റൈഡറിലേക്ക് പോകുന്ന പൈപ്പ് അയച്ചു നോക്കിയപ്പോൾ അവിടെ റെസ്റ്റ് ഉണ്ട്. അതായത് ഒരു ചെറിയ പോർഷൻ റെസ്റ്റ് ഉണ്ട്. അപ്പം ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് ഏറ്റവും കൂടുതൽ സ്ക്രാപ്പ് ചെയ്യപ്പെടുന്ന വാഹനമാണ് ഇപ്പൊ നാനോ. കാരണം നാനോ എന്ന് പറഞ്ഞ വാഹനം ഒരുപാട് റീസെയിൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ അതിന് മേജർ ആയിട്ടുള്ള പണികൾ വന്നാൽ പണികൾ ചെയ്യിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതായത് ആ വണ്ടി പിന്നെ കിട്ടുന്ന വിലക്ക് സ്ക്രാപ്പ് ചെയ്തിട്ട് പുതിയ വണ്ടിയാണ് എല്ലാവരും മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ പച്ചവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കണം. ഒന്നുകിൽ നിങ്ങൾ ആ വണ്ടി സ്ക്രാപ്പ് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വണ്ടി വേറെ ആർക്കെങ്കിലും മറച്ചു വിൽക്കണം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഫുൾ സിസ്റ്റം റീപ്ലേസ് ചെയ്യണം. അതായത് ഒരുപാട് കാര്യങ്ങൾ വരും. ആ കൊറോഷന്റെ ഒരു ഡെപ്ത് പോലെ ഉണ്ടാവും ആ മാറുന്ന പാർട്സിന്റെ ഒക്കെ കാര്യം. അപ്പം ഗൈസ്, ഈ ഒരു ഓണർ ഈ ഒരു വാഹനത്തെ പഴയ ഒരു കണ്ടീഷനിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പക്ക നീറ്റ് ആയിരിക്കണം. അതായത് മീൻസ് ഇതിന്റെ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം പക്ക പെർഫെക്റ്റ് ആയിരിക്കും. ഇദ്ദേഹം മെക്കാനിക് ആണ്. ഈ ഒരു ഇതിന്റെ ഓണർ ഓൾറെഡി മെക്കാനിക് ആണ്. അദ്ദേഹത്തിന് വണ്ടിയെ കുറിച്ച് ഏറ്റവും അറിയുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് നമുക്ക് കുറച്ച് ഈസിയാണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന കേസുകളാണ്. കാരണം നമ്മൾ ചെന്ന പാടെ തന്നെ നമുക്ക് ഒരു കാര്യങ്ങളും മീൻസ് ചെയ്ത് കിട്ടുന്നില്ല. കാരണം നമ്മൾ ടൈം എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൈസ്, അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കണ്ടപ്പോൾ എന്തായാലും ഇതിന്റെ വാട്ടർ പമ്പ് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ് ചേഞ്ച് ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോൾ 600-700 രൂപയുള്ളൂ. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് എന്തായാലും മാറണം. ഇതിന്റെ അപ്പർ റേഡിയേറ്ററിന്റെ ഹോസ് വരുന്ന ആ ഒരു എൽബോ സ്ലീവ് ആണത്, എൽബോ അല്ല. അപ്പോൾ ഈ ഒരു സ്ലീവും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, എൻജിൻ നമ്മൾ താഴേക്ക് ഇറക്കാനുള്ള ഒരു കണ്ടീഷനിലേക്കായി. അപ്പം എൻജിൻ നമ്മൾ താഴേക്ക് ഇറക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു കേട്ടോ. ഇതിന്റെ ക്ലച്ച് റീസെൻ്റ്ലി മാറിയതാണ്. കുറച്ച് സമയമായിട്ടുള്ളൂ, മീൻസ് ഒരു വർഷമോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ ക്ലച്ച് മാറിയിട്ട്. അപ്പോൾ എന്നാലും ക്ലച്ച് നമ്മളോട് അയച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം മെക്കാനിക്സ് എന്നൊക്കെ പറയുമ്പോൾ മെക്കാനിക്കിനെ കുറിച്ച് അറിയുന്നവർ എന്തായാലും അവർക്ക് അദ്ദേഹം പുറത്തുള്ള സമയത്താണ് ക്ലച്ച് മാറിയത്. അപ്പം ഒറിജിനൽ തന്നെയാണോ അതിലുള്ളതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയണം. അപ്പം നമ്മൾ നോക്കി നമ്മൾ അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ടാറ്റയുടെ തന്നെ ഒറിജിനൽ ക്ലച്ചാണ് വണ്ടിയിലുള്ളത്. മാത്രമല്ല നമ്മൾ ഫ്ലൈ വീൽ ചെക്ക് ചെയ്തു. അതായത് ഫ്ലൈ വീൽ ഏതെങ്കിലും രീതിയിലുള്ള സ്ക്രാച്ചോ സ്ലിപ്പിങ്ങോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. ഫ്ലൈ വീലും ഓക്കെയാണ്. അപ്പം ആ ഒരു സൈഡ് ക്ലിയർ ആയി, ക്ലച്ചിന്റെ ഭാഗം ക്ലിയർ ആയി. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കംപ്രസർ, അതായത് AC, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി AC ആണ്. അപ്പം ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാന്റെ കംപ്രസറാണ്.
അതായത് ജപ്പാൻ മെയ്ഡ് ഇൻ ജപ്പാൻ ആയിട്ടുള്ള ഒരു കംപ്രസറാണ്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കംപ്രസറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വർഷം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനൊരു സൗണ്ട് വരും. നാനോ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഈ ഒരു കംപ്രസറുള്ള നാനോ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ടിക്ക് ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ബാക്ക് സൈഡിൽ. നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്രസറിൻ്റെ ബ്രാക്കറ്റ് നമുക്ക് മാറണം. അപ്പം ഞാൻ ഈ ബ്രാക്കറ്റ് ഞാൻ വിചാരിച്ചത് ജസ്റ്റ് നമുക്ക് സ്ക്രാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രാക്കറ്റ് കിട്ടുന്നതാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. കാരണം ഇപ്പോൾ നാനോ ഈ ജപ്പാൻ്റെ കംപ്രസർ ഉള്ളവർക്കൊക്കെ വേണ്ടത് ഈ ഒരു എന്താ പറയുക സുബ്രോസിൻ്റെ കംപ്രസർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്രാക്കറ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു. അങ്ങനെ നമ്മൾ ഫൈനലി നമുക്ക് സാധനം കിട്ടി, ബ്രാക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. നമ്മളത് ഡയറക്റ്റ് കംപ്രസർ നമ്മൾ മേടിക്കുന്ന ഡീലറുടെ അടുത്ത് പോയി കംപ്രസർ കറക്റ്റായിട്ടൊക്കെ വെച്ചൊക്കെ നോക്കി, അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് ക്ലിയർ ആയി. പിന്നെ ചെറിയൊരു ടെൻഷനും കൂടെ ഉണ്ട്. അതായത് ഇതിന്ന് പോകുന്ന 2 പൈപ്പുകൾ, ഹൈ സൈഡും ലോ സൈഡും പൈപ്പ് നമുക്ക് ചെയ്യണം. അതിൽ ചെറിയ ആൾട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ULCCയുടെ ഒരു മെക്കാനിക് ഉണ്ട്. ULCCയുടെ ഒരു മെക്കാനിക്ക് ഇതുപോലെ ഒരു നാനോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡീലറുടെ അടുത്ത് ഇങ്ങനെ അന്വേഷിച്ചു. എനിക്കിങ്ങനെ ഒരു നാനോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്രസർ എനിക്ക് മാറ്റിയിട്ട് സുബ്രോസ് ആക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഡീലറാണ് എനിക്ക് നമ്പർ തന്നത്, ഈ ഒരു ബ്രോയുടെ. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് അതിൻ്റെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മൾ അറിയുന്നവരടുത്ത് ചോദിക്കുന്ന ഒരിക്കലും നമുക്കൊരു കുറവായിട്ട് കാണേണ്ട കാര്യമില്ല. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇതിന് ക്ലയൻറ്റിന് ആ വണ്ടി പെർഫെക്റ്റ് ആക്കി ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഗൈസ് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഒഴിച്ച് ഓടിയതാണ് വേറൊരു പ്രശ്നം കേട്ടോ. ഈ നാനോടെ എല്ലാവർക്കും അറിയാം എൻജിൻ ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് നോട്ടം ചെല്ലാത്തൊരു സ്ഥലമാണ് അത് കേട്ടോ. അപ്പം എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ നാനോടെ എൻജിൻ സൈഡിലേക്ക് ആളുകൾ നോക്കാറുള്ളൂ എന്നാണ് മറ്റൊരു സത്യം. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. മീൻസ് നിങ്ങൾക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ വണ്ടിയിൽ ഒരിക്കലും തന്നെ നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കരുത്. നിങ്ങൾ യൂസ്ഡ് കാർ മേടിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് പച്ചവെള്ളത്തിൽ ഓടിയ വണ്ടിയാണെങ്കിൽ അത് മാറിയിട്ട് കൂളൻറ്റിലേക്ക് മാറ്റുക. അത് മാറുന്ന സമയത്ത് നിങ്ങൾ വീക്കായിട്ടുള്ള ഹോസുകൾ, എൽബോ, അതുപോലെ വാട്ടർ പമ്പ് കാര്യങ്ങളെല്ലാം അഴിച്ച് ചെക്ക് ചെയ്ത് എല്ലാം പ്രോപ്പർ ആക്കിയ ശേഷം നിങ്ങൾ കൂളൻറ്റിലേക്ക് മാറണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വരുന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതായത് എൻജിൻ ബ്ലോക്ക്, ഹെഡ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഹെവി ആയിട്ടുള്ള ഡാമേജ് വരും. ഞാൻ പറയുന്നത് കുറഞ്ഞ സമയത്തേക്കുള്ള യൂസിങ് അല്ല കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് വെള്ളം ഒഴിച്ച് ഓടുന്ന വണ്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം ദയവേത് വണ്ടിയിൽ കൂളൻ്റ് മാത്രം ഒഴിക്കുക. അത് കൂളൻ്റ് ഒഴിക്കുന്നതിന് ഓരോ റേഷ്യോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ബ്രാൻഡിനും. അതിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. കൂളൻ്റിലേക്കും പച്ചവെള്ളം ആഡ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ പച്ചവെള്ളം ഒരിക്കലും തന്നെ ആഡ് ചെയ്യാറില്ല. കാരണം പച്ചവെള്ളം മിനറൽ വാട്ടറാണ്, ഈ ഡീമിനറൈസ്ഡ് വാട്ടറാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. അതാണ് നമ്മൾ യൂസ് ചെയ്യാറ്. കാരണം അതാണ് വണ്ടിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം. അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂളിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആക്കിയ ഒരു സാധനം ഈ ഒരു നാനോയിൽ. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ വേണം. 2 പൈപ്പുകളാണുള്ളത്. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൈപ്പ്, ഹെഡിൽ നിന്ന് നമ്മുടെ എക്സോസ്റ്റ് സൈഡിൽ വരുന്ന ഒരു പൈപ്പ്, മാത്രമല്ല ഇൻടേക്ക് സൈഡിൽ വരുന്ന ചെറിയൊരു പൈപ്പ്, ഒരു 1/2 ഇഞ്ച് വരുന്ന ഒരു പൈപ്പ്. ഇത് രണ്ടും നാനോയിൽ, അതായത് ടാറ്റ കൊടുത്തിരിക്കുന്നത് ഒരു സ്ലീവ് ആയിട്ടാണ്. ഇപ്പം നമ്മുടെ ആൾട്ടോയിലൊക്കെ ആണെങ്കിൽ റിയർ എൽബോ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു എൽബോ മേടിക്കാൻ കിട്ടും. ജസ്റ്റ് നമ്മൾ ആ എൽബോ വീക്ക് ആയി കഴിഞ്ഞാൽ അത് അഴിച്ചു മാറ്റിയിട്ട് ഒന്ന് പേപ്പറൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി ബോണ്ടൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് നിൽക്കും. പക്ഷേ ഈ നാനോയ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എൽബോ വരുന്നില്ല, സ്ലീവാണ്. ഈ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3-4 സ്ഥലങ്ങളിൽ പോയി. നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മൾ നാനോ എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്കൊരു ചെറിയ മടുപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവരുന്നതിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ പൈസ ഓൾറെഡി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വണ്ടി എന്തായാലും നമ്മൾ റെഡിയാക്കി എടുക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പം 2-3 സ്ഥലങ്ങളിൽ ചോദിച്ചിട്ട് അവർ അത്ര മീൻസ് നമ്മളോട് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നില്ല. ചിലപ്പോൾ ലീക്കൊക്കെ വരും, നമ്മൾ ചെയ്തുതരാം, അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി ഗൈസ് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തെത്തി. ഞങ്ങൾ അവിടെ ചെന്നു, സംസാരിച്ചു, ഡീൽ ചെയ്തു. ഞങ്ങൾ അവിടുന്ന് എന്ത് ചെയ്തു, ഇതിന് വേണ്ടിയ 2 സ്ലീവുകൾ ഞങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾ ഉണ്ടാക്കിയ സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രോപ്പറായിട്ട് എഞ്ചിനീയറിങ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. ലെയ്ത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പം നാനോ ഉപയോഗിക്കുന്നവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഈ ഒരു പൈപ്പ് ക്രാക്ക് ആവുന്ന സംഭവം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ അഴിച്ചെടുത്ത് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെന്നു, നമ്മൾ സ്ലീവ് 2 നമ്മൾ അഴിച്ചെടുത്ത ശേഷം നമ്മൾ ലെയ്ത്തിൽ നമ്മൾ ഈ ഒരു 2 പൈപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഫിറ്റിങ്സിൽ കറക്റ്റ് മെഷർമെൻറ്റ്, അതായത് നമ്മുടെ വണ്ടിയിൽ വരുന്ന സ്ലീവിൻ്റെ സെയിം മെഷർമെൻറ്റ് വെർണിയറിൽ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഡിസൈനിൽ തന്നെ നമ്മൾ അത് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയും വർക്കുകളാണ് ഗൈസ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എൻജിൻ നമുക്ക്
ടോട്ടലി ഒന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്തൊന്ന് സെറ്റ് ചെയ്യും. ടൈമിംഗ് സെറ്റ് ചെയ്യാനുണ്ട്, ടൈമിംഗ് ബെൽറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഹോസുകൾ നമ്മൾ മാറുന്നുണ്ട്. ഓക്കെ, ഈ ടൈമിംഗ് ബെൽറ്റ് ഹോസുകൾ മാറിക്കഴിഞ്ഞാൽ എഞ്ചിൻ ഓൾമോസ്റ്റ് സെറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ കംപ്രസർ ഫിക്സ് ചെയ്യും. കംപ്രസറിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. ആ 2 കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ വണ്ടിയിലേക്ക് കയറ്റാം. അത് കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലെ ബ്രേക്ക് അതുപോലെ തന്നെ വീൽ സിലിണ്ടർ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. അതിന് പ്രശ്നം കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഫ്രണ്ടിലെ സ്റ്റിയറിംഗ് ബോക്സാണ്. സ്റ്റിയറിംഗ് ബോക്സ് ഫുൾ ഡെഡ് ആണ്. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അകത്ത് നല്ല സൗണ്ടാണ്. അത് റിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 14,000 രൂപ കൊടുക്കണം. പക്ഷേ അതിലും കുറഞ്ഞ പൈസയ്ക്ക് പുതിയ ബോക്സ് കിട്ടും. അപ്പോൾ നമ്മൾ പുതിയ ബോക്സ് നമ്മൾ അതിൽ ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മാത്രമല്ല ഫ്രണ്ടിലെ ബ്രേക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ബാക്ക് സൈഡ് പൊക്കി വെച്ചതാണ് എഞ്ചിനെ ഇറക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വണ്ടിയുടെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ടിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഞാൻ മാക്സിമം ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു പുതിയ ഫ്രഷ് വണ്ടി നമ്മൾ ഇറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സെയിം ഫീലിംഗ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാക്സിമം എഫേർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ